ഹലോ ഗൈസ്, ഊട്ടിയിലെത്തിയതിന് ശേഷം ഞങ്ങളുടെ രണ്ടാം ദിനത്തിലുള്ള യാത്രയാണ് ഇത്. ആദ്യം തന്നെ ഞങ്ങൾ പായിക്കര വാട്ടർഫാൾസിലേക്ക് പോവാണ്. അങ്ങനെ അവിടെ ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നെ ഒരു ടാക്സിയൊക്കെ അറേഞ്ച് ചെയ്താണ് ഞങ്ങൾ പോയത്. അങ്ങനെ ആ സ്ഥലത്ത് കൃത്യസമയത്ത് തന്നെ എത്തി. ശബരീഷ് എന്നാണ് ആ ടാക്സി ഡ്രൈവറുടെ പേര്. അത്യാവശ്യം നല്ല ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് മനസ്സിലാക്കി. അങ്ങനെ നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാൾ തന്നെയായിരുന്നു. അങ്ങനെ ആ സ്ഥലത്ത് വന്നിറങ്ങി അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തായിരുന്നു. അങ്ങനെ വാട്ടർഫാൾസൊക്കെ കാണാൻ പോവുകയാണ്. എന്നിരുന്നാലും നല്ല അതിമനോഹരമായിട്ടുള്ള വാട്ടർഫാൾസ് പരിസരമൊക്കെ തന്നെയായിരുന്നു. അത് കാണാനും നല്ല ഭംഗിയുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അടുത്തൊക്കെ പോയി കുറച്ച് ആസ്വദിച്ചു. പിന്നെ ചൂട് ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. ആദ്യം തന്നെ ഒരു ഉച്ചയോടുകൂടിയിട്ടൊക്കെ ആകുമ്പം തന്നെ നല്ല ചൂടുണ്ടായിരുന്നു, വെയിലുണ്ടായിരുന്നു. ഏകദേശം ഒരു രാവിലെയൊക്കെ നല്ല തണുപ്പുണ്ട്. ഉച്ചയോടുകൂടിയിട്ടൊക്കെ അത്യാവശ്യം നല്ല ചൂട് വരുന്നുണ്ടായിരുന്നു. എന്നിരുന്നാലും കുഴപ്പമില്ല. അതിനുശേഷം ടൂറിസ്റ്റുകളെ കൊണ്ടുപോകാനുള്ള വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് ഉണ്ട്. അങ്ങനെ ആ വണ്ടിയിൽ കയറി ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ടാക്സിയിലേക്ക് വന്നായിരുന്നു. ഇനി അടുത്ത് പായിക്കര ലേക്ക് ബോട്ടിങ്ങൊക്കെ ഉള്ള അവിടെ പോകാനായിരുന്നു. അങ്ങനെ അവിടെ പോയി ആ ലേക്കും പരിസരമൊക്കെ കണ്ട് നല്ല വെള്ളമൊക്കെ നല്ല നീല നിറത്തിലുള്ള ആയിരുന്നു. നല്ല അത്യാവശ്യം നല്ല എന്താ പറയുക, നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു. പിന്നെ ഞങ്ങളവിടെ ഇരുന്നു. അത്യാവശ്യം കാമാൻ ഗൈറ്റായിട്ടുള്ള ഇതെല്ലാം ആസ്വദിച്ചു. അതുമല്ല, വേറെ അടുത്ത് പോയ സ്ഥലം ഷൂട്ടിംഗ് പോയിൻ്റാണ്, 9th മൈൽ ഷൂട്ടിംഗ് പോയിൻ്റാണ്. അപ്പോൾ അതും ആ പരിസരമൊക്കെ നല്ല ഭംഗിയുള്ള, ചുറ്റും ഏകദേശം ഒരുപാട് എന്താ പറയുക മലകളും കുന്നുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ചുറ്റപ്പെട്ട് നിൽക്കുന്ന സ്ഥലമാണ്. അവിടെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് കയറി. പിന്നെ അടുത്തതായിട്ട് പൈൻ ഫോറസ്റ്റ് കാണാനാണ് പോയത്. പിന്നെ പൈൻ ഫോറസ്റ്റും പരിസര പ്രദേശങ്ങളൊക്കെയാണ്. അപ്പോൾ എൻ്റെ ചാനലിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഇട്ടേക്കാം, അത് കയറി നിങ്ങൾ കാണണം. പിന്നെ എല്ലാവരുടെ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്നിരുന്നാലും ഈ യാത്ര വളരെ മനോഹരമായ ഒന്ന് തന്നെ ആയിരുന്നു. അതിലുപരി അത് ഏറ്റവും കൂടുതൽ നന്നായിട്ട് ആസ്വദിക്കാനും അത് നിങ്ങളിലേക്ക് എത്തിക്കാനും സാധിക്കുന്നു എന്നുള്ളതിലും വളരെ സന്തോഷമുണ്ട്. അപ്പോൾ താങ്ക് യു ആൾ.